എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നമുക്കറിയിക്കുന്നു. ഉച്ചയുടെ സമയവും നിങ്ങളുടെ കാതുകളിൽ സന്ദേശവുമായി സർവശക്തനായ ദൈവത്തിന്റെ ആ കൃപ വന്നതോർത്ത് നന്ദിയോട് ശ്രദ്ധിക്കുകയാണ്. ഇന്ന് ആലപ്പുഴ ദേശത്ത് ബീച്ച് റോഡിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. സുവിശേഷം അറിയാത്ത ആളുകളല്ല എന്നെ ക്ഷേമിക്കുന്ന എല്ലാവർക്കും സുവിശേഷം അറിയാം. എങ്കിലും വിശുദ്ധ വേദപുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരസ്യമായുള്ള ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ അനേകർ ദൈവം അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരുപാട് സുവിശേഷം എതിർക്കുകയും കളിയാക്കുകയും നിന്ദിക്കുക ചെയ്ത ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ. ഒരു കാലഘട്ടത്തിൽ സുവിശേഷങ്ങളുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കല്ലെറിയുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. എന്നാൽ ഇന്ന് കവലകളിലും തെരുവുകളിൽ നിന്ന് ഇതുപോലെ യേശുവിനെ ഉയർത്തുവാൻ കാരണമാക്കിയത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞങ്ങളെ സ്വതന്ത്രമാക്കിയത്. അതുകൊണ്ടാണ് സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന തിരുവഴുത്ത് പറഞ്ഞത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്ന് അറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും ആകുന്നു എന്നുള്ളത്. എന്റെ പേര് അജുകുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ 20 വയസ്സുള്ള ജീവിതം സുവിശേഷത്തിൽ നിൽക്കുന്ന ഒരാളായി മാറി ഉള്ള ജീവിതമായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ മാരകമായ രോഗത്തെ വിടിവിക്കുവാൻ ലോകത്ത് ഒരു മരുന്നും ഇല്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകളാണ് എന്നെ യേശുവിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമാക്കിയത്. 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപ്രഭമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാനിന്ന് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുമ്പോഴാണ് യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലധികമായ കഷ്ടമാണ് ഇന്ന് നമുക്ക് ആളുകൾ കേൾക്കുക ചെയ്യുന്ന വാർത്തകളൊക്കെ. മാതാപിതാക്കന്മാർ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മുടെ മധ്യ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ മക്കൾ ഉപേക്ഷിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്? അതുവരെ വലുതാക്കിയ, അതുവരെ ശരീരത്തിലും സകല ബലവും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുവാൻ എന്താണ് മക്കൾക്ക് ഇത്ര പെട്ടെന്ന് തോന്നുവാൻ കാരണമാക്കിയിരിക്കുന്നത്? ഞങ്ങൾ പറയട്ടെ, സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. സ്നേഹം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? മനുഷ്യൻ സ്നേഹമില്ലാതായി തീരുവാൻ കാരണം പാപം ചെയ്തത് മൂലമാണ് സ്നേഹമില്ലാത്തവനായി മാറുവാൻ കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറുമെന്നുള്ളത്. അന്ത്യകാലത്തിന്റെ അവസാനത്തിലേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടുക എന്നുള്ളത്. മാനസാന്തരപ്പെട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചെന്നെത്തുക നിത്യമായ ശിക്ഷാവിധിയിലേക്കായിരിക്കും. പലരും പറയാറുണ്ട്, ഒരു പണിയുമില്ലാഞ്ഞിട്ടാണോ? പണമുണ്ടാക്കുന്ന മാർഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള സന്ദേശങ്ങളുമായി ചിലർ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോകുന്നു. ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിത്യത്തിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ്. മരണത്തിൽ നിന്ന് നീക്കുപൊക്കൽ നൽകുന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് ഈ പരസ്യ ശുശ്രൂഷകളുമായി അനേകർ നിങ്ങൾ മധ്യ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് വേദപുസ്തകം ചോദിക്കുന്നു. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പലതിന്റെ പിന്നാലെ ഓടുമ്പോഴും പലതും നേടുവാനുള്ള തിരക്കിനിടയിൽ മനുഷ്യൻ മറന്നുപോകുന്നതാണ് ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ മരണം എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് കുറിച്ച് മറന്നു പോകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. അപ്പം മരണത്തിനപ്പുറമായി ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ ഏറ്റവും അധികമായി പണം മുടക്കുന്ന നാളുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യൻ ആശുപത്രികളിൽ കൊണ്ടുപോയി അന്നദാനം കൊടുക്കുകയും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപമോചന വീണ്ടെടുപ്പും അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയൂ എന്നുള്ള സത്യസുവിശേഷമാണ് ഞാൻ ഇന്നിവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പോലും അറിയാതെ പാപിയായി തീരുവാൻ കാരണം എങ്ങനെയായിരുന്നു? ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്നാൽ ആദാം എന്ന മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വെള്ളം അനുസരണക്കേട് കാണിച്ച നിമിത്തം പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ വന്ന് ഇന്നും മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവികമായ സന്ദേശങ്ങളിൽ നിന്നും മനുഷ്യൻ അകന്നുപോയ മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാലഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, അതെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ചെന്ന് അവരുടെ കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം മാനുഷികമായ ശബ്ദത്തിനപ്പുറമായി ദൈവികമായ സന്ദേശമാണ്, ദൈവത്തിന്റെ സന്ദേശമാണ്, എന്നോടുള്ള നിശ്ചിത സന്ദേശമാണ് എന്ന് ആരെങ്കിലും കേട്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപം എത്ര കടിച്ചു വെപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവുണ്ട്. ഞങ്ങളുടെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുപ്പില്ലാത്ത ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് സന്തോഷം, ഇവിടെയാണ് സമാധാനം, ഈ മദ്യമാണ് നമ്മെ സന്തോഷത്തിൽ എത്തിക്കുക എന്നുള്ള കണ്ടുകൊണ്ട് എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ മോഹങ്ങളിലൂടെ ഞങ്ങളെ ആർക്കും വേണ്ടാതെ വെറുക്കപ്പെട്ടാനായി ജീവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സന്ദേശമാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഈ സന്ദേശമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുപോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇത് നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവെന്ന്. ഇതെന്നെ കേൾക്കുന്ന എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നാവ് പാടുന്ന ഒരു പാട്ടുണ്ട്, യേശു മാത്രം കർത്താവ് എന്ന്. നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നാം പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പാപത്തെ മാറ്റുവാൻ ഉലകത്തിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ മനുഷ്യന്റെ ശരീരത്തെ രക്തത്തെ ശുദ്ധീകരിച്ചാൽ പാപം മാറിയില്ല. എന്നാൽ പാപത്തെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ചു മാറ്റി പാപമില്ലാത്ത മകളേക്ക് മാറ്റിക്കൊണ്ട് രക്ഷകനായ ക്രിസ്തുവിലൂടെ വാഴുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന സൗജന്യമായ രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുത്തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ച്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി കാൽവരിച്ചൊരിഞ്ഞ രക്തം. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സ്വർഗത്തിൽ സകല മഹിമയും വേണ്ടി ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ആ നിത്യരക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള സത്യത്തെ അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായി മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ പാപത്തെ കഴിച്ചു മത്താണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല യേശു വന്നിട്ടുണ്ട്. അതെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആ കർത്താവുണ്ട്. നിങ്ങൾ പേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവിനെയാണ് ഞങ്ങളോട് ഉയർത്തി കാണിക്കുന്നത്. മടങ്ങി വരിക. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ സന്ദേശവുമായി നിങ്ങളുടെ കാതിലെത്തുവാൻ ഞങ്ങളെയും ദൈവം വായിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സന്ദേശം നിങ്ങൾ തള്ളിക്കളയുവാണെന്നുണ്ടെങ്കിൽ കുരിശിന്റെ ഭജനം
വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അശുദ്ധബോധവും മോശത്വവും വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുമെന്ന് പറയുമ്പോൾ ഇപ്പോഴാകുന്ന സമയം. ഒരുപക്ഷെ ഇനിയുള്ള സമയം നമ്മുടെ ആളുകൾ നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. എങ്ങനെയാണ്, എവിടെയാണ്, ഏത് രീതിയിലാണ് മരണം കടന്നു വരിക ഒരു മനുഷ്യൻ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മരണത്തിനപ്പുറമായൊരു നിത്യവാസമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.